ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കോക്കനട്ട് ബർഫിയാണ്. നമുക്കത് ഒരു 2 കപ്പ് തേങ്ങയും 1 കപ്പ് പഞ്ചസാരയും വെച്ചിട്ട് ചെറുതായിട്ട് ചെയ്യാം. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നല്ലൊരു മധുരമൊക്കെ ഉണ്ടായതുകൊണ്ട് കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഒരു സ്നാക്സാണ്. ആദ്യം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമുക്ക് 2 കപ്പ് തേങ്ങ ചെറിയതും ഒരു സ്പൂൺ ഏലക്ക പൗഡറും 1 കപ്പ് പഞ്ചസാരയും. അപ്പം നമുക്ക് തേങ്ങ ഒന്ന് തിരുമിയെടുത്തത് ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിൽ ഈക്വലായിട്ട് വരാൻ വേണ്ടിയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്കത് ചെയ്യാം. അപ്പം നമുക്ക് അത് ബർഫി ചെയ്യാൻ പോയാലോ? കോക്കനട്ട് ബർഫി ഉണ്ടാക്കാൻ വേണ്ടുന്നത് നമുക്ക് 2 കപ്പ് തേങ്ങ ചെറിയതും 1 കപ്പ് പഞ്ചസാരയും കുറച്ച് ഏലക്ക പൗഡറും ഒരു 1/2 കപ്പ് വെള്ളവും. നമുക്ക് ആദ്യം പാനിൽ പഞ്ചസാര ചേർത്ത് ചൂടാക്കാം. അതിനുശേഷം നമുക്ക് വെള്ളവും ചേർത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ പഞ്ചസാര ചൂടായി വെള്ളവും ചേർത്ത് നമ്മൾ തിളച്ച് വരുമ്പം തന്നെ നമുക്ക് തേങ്ങയും ചേർക്കാം. അപ്പം നമുക്ക് ഇതിനകത്ത് വെള്ളം ചേർത്ത് പഞ്ചസാര നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് തേങ്ങയും ചേർക്കാം. ഇത് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുത്ത തേങ്ങയാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ലത്. എല്ലാം ഈക്വലായിട്ട് ഇരിക്കും. ഇതും നമ്മൾ നല്ലപോലെ മൂത്ത് വരണം. ഏലക്കാപ്പൊടിയും ചേർത്ത് നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ചേർത്തിരിക്കുന്നത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. ബീട്രൂട്ടിൻ്റെ ഒരു 4 സ്പൂണെങ്കിലും നീര് ചേർത്തിട്ടുണ്ട്. നമുക്കതും കൂടെ ചേർത്ത് നല്ലപോലെ ഇത് കുറച്ചും കൂടെ ടൈറ്റായിട്ട് വരണം. ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇളക്കണം. ഇത് ഈസിയുമാണ്, നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇതാവും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടതുമാണ്, നല്ല ടേസ്റ്റുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ കാഷ്യൂനട്ട് പൊടിച്ച് ചേർക്കാം. അപ്പോൾ പ്രത്യേക ടേസ്റ്റായിരിക്കും. കാഷ്യൂനട്ട് തനിയും ഉണ്ടാക്കാം, ഇതിൻ്റെ കൂടെയും കാഷ്യൂനട്ടും ചേർക്കാം. നമുക്കിപ്പോൾ ഇത് തേങ്ങ മാത്രമാണ് ചെയ്തിരിക്കുന്നത്, തേങ്ങയും പഞ്ചസാരയും. അപ്പോൾ നല്ലപോലെ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നല്ലപോലെ കുറച്ച് നനവും കൂടെ അതും കൂടെ അറിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എല്ലാ ഈർപ്പവും മാറിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു പ്ലേറ്റിൽ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്കിത് നല്ലപോലെ തട്ടിയിട്ട് നിരത്തി നല്ലപോലെ തന്നെ ചൂടോടെ തന്നെ നമുക്ക് അത് സ്പൂണോ സ്പാച്ചിലയോ വെച്ചോ നല്ലപോലെ ഷേപ്പാക്കാം. നമുക്ക് തണുക്കുമ്പം കട്ട് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ ചൂടോടെ വേണമെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂട് മാറുമ്പം നമുക്ക് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്താൽ മതിയാവും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് വയ്ക്കാം. ഈസി ആയിട്ട് എളുപ്പം ചെയ്യാം. നല്ല സെറ്റായിട്ടുണ്ട്. ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ.
ബർഫി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നമ്മൾ ഈസിയാണ്, കുട്ടികൾക്ക് പ്രിയപ്പെട്ടതുമാണ്. നമുക്ക് അധികം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. പഞ്ചസാര, തേങ്ങ, ഏലക്ക പൗഡർ. അപ്പം നിങ്ങൾ ഇതിങ്ങനെ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും പറയാനുള്ളത് പോലെ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റും ഇടുക.